യൂദാ വിശുദ്ധ ശ്ലീഹാ, പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി നീ, നിന്ദാസർ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കാം ദയാനിധേ. യൂദാ വിശുദ്ധ ശ്ലീഹാ, പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി നീ, നിന്ദാസർ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കാം ദയാനിധേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, നവംബർ മാസം മുതൽ എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വച്ച് വിശുദ്ധ യൂദാ ശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ആ വിശുദ്ധ യൂദാ ശ്ലീഹായുടെ ആ മാധ്യസ്ഥതയിൽ നമ്മുടെ ഓരോ പ്രാർത്ഥനാവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആദ്യ ദിവസമാണിന്ന്. ഈ ഒരു ശുശ്രൂഷ ദൈവീകമായൊരു പ്രചോദനമനുസരിച്ച് നമ്മൾ ആരംഭിച്ചതാണ്. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്കോ മറ്റു പ്രാർത്ഥനകൾക്കൊന്നും തടസ്സമാവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു സമയത്ത് വയ്ക്കുന്ന ഈ ഒരു പ്രാർത്ഥന നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാനാണ് സാധിക്കുക. അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ പ്രത്യേകമാം വിധം ദൈവത്തിൽ നിന്ന് സിദ്ധി ലഭിച്ച മാധ്യസ്ഥ ശക്തി ഉള്ള വിശുദ്ധനാണ് വിശുദ്ധ യൂദാ ശ്ലീഹാ. അതൊരുപാട് പേർക്ക് ഞാൻ പറയാതെ തന്നെ അനുഭവമായ ഒരു യാഥാർത്ഥ്യവുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. 4 പ്രാവശ്യമാണ് ഈ നൊവേനയുടെ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന ഓരോ കുടുംബത്തിനും വ്യക്തികൾക്കും അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4 മണിക്ക് 4:15 ജപമാല, 5 മണിക്ക് വിശുദ്ധ കുർബാന, അതിനുശേഷം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വച്ചുകൊണ്ട് വിശുദ്ധ യൂദാ ശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി അനുഗ്രഹമായി മാറുന്നുണ്ട്. ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾക്കത് ഉത്തരമായി മാറുന്നുണ്ട്. നമുക്ക് ഈ ഒരു നവംബർ മാസം മുതൽ ആരംഭിച്ച ഈ ഒരു ആരാധനയെയും വിശുദ്ധ യൂദാ ശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ നിയോഗം വച്ചുള്ള പ്രാർത്ഥനയെയും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം നമ്മുടെ കരങ്ങളെ സാധിക്കുമെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഇതിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങൾ, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ഇതിൽ പ്രാർത്ഥനയിൽ വച്ചിരിക്കുന്ന നിയോഗം സകലതും ഓർക്കുകയാണ്. ഈ ആലയത്തെ ദൈവം അനുഗ്രഹിച്ചൊരു സമയമാണിത്. ദൈവം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനയെ ദൈവം ശക്തമായി ഇടപെട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഈ നിയോഗ പ്രാർത്ഥനയോടും വിശുദ്ധ യൂദാ ശ്ലീഹയുടെ മാധ്യസ്ഥത്തോടും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതം നടക്കാതിരിക്കില്ല, അടയാളങ്ങൾ സംഭവിക്കാതിരിക്കില്ല, ദൈവപ്രവർത്തികൾ സംഭവിക്കാതിരിക്കില്ല. ഇതൊരു പുതിയ ചുവടുവയ്പ്പാണ്. ഇതൊരു പുതിയ ഒരു പ്രാർത്ഥനയിലേക്കും കൂടെ പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്ന ഈ ശുശ്രൂഷയെ നൽകിയതിന്, ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നവരെ ഓർത്ത് ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുള്ള സമയത്ത് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുവാണ്. നമുക്കൊരു നിമിഷം എല്ലാവരെയും കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ ശുശ്രൂഷയെ തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ആ വിശുദ്ധ യൂദാ ശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ ഓരോ പ്രാർത്ഥനകളെ ഓർക്കാം. ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളെ മനസ്സിലേക്ക് കൊണ്ടുവന്ന്
നിങ്ങളൊന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നിയോഗത്തെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരത്ഭുതം പറയാനിടവരണം. എനിക്ക് ഇന്നും ജീവിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടവരണം. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശക്തി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഈ നിമിഷം വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ സാധ്യമാകുന്ന സാഹചര്യമാണെങ്കിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. വിശുദ്ധ യൂദാ തദ്ദേവൂസിനോടുള്ള പ്രാർത്ഥനയാണ്. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ ഒരു നിയോഗത്തെ ഇപ്പോൾ സമർപ്പിക്കുക. നിങ്ങൾ മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ച ആ ഒരു നിയോഗത്തെ മനസ്സിൽ കണ്ട് സമർപ്പിക്കുക. കർത്താവേ, ഇതിൽ പങ്കെടുക്കുന്നവർ വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ വച്ചിരിക്കുന്ന നിയോഗത്തെ അങ്ങ് സ്വീകരിക്കണമേ. അത്ഭുതങ്ങളെ ചെയ്യണമേ. അടയാളങ്ങൾ പ്രവർത്തിക്കണമേ. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഒന്നെന്റെ കൂടെ പ്രാർത്ഥിക്കാമോ? നസ്രായനായ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ എൻ്റെ ഈ പ്രാർത്ഥനാ വിഷയത്തെ, ഈ നിയോഗ പ്രാർത്ഥനയെ ഞാൻ സമർപ്പിക്കുന്നു. യേശുവേ, എൻ്റെ ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമേ നന്ദി, ഈ ഒരു അവസരത്തിന് നന്ദി, ഈ ഒരു സാഹചര്യത്തിന് നന്ദി. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുവാണ്. രണ്ടാമത്തെ നിയോഗത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വിശുദ്ധ യൂദാശ്ലീഹായുടെ ആ മാധ്യസ്ഥ പ്രാർത്ഥന ഒന്നു ചൊല്ലി ഒരു നിയോഗ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയോട് ചേർത്ത് ഈശോയുടെ സന്നദ്ധി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാണ്. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് എൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥന ആവശ്യത്തെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ജനം അങ്ങയുടെ സാന്നിധ്യത്തിലിരുന്ന് വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ സമർപ്പിക്കുന്ന രണ്ടാമത്തെ നിയോഗത്തെ, ആവശ്യത്തെ, പ്രാർത്ഥനയെ സ്വീകരിക്കണമേ, സ്വീകരിക്കണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ, ആമേൻ. അതേ നിയോഗത്തെ
ഈ നിയോഗ പ്രാർത്ഥന കൂടി ചൊല്ലി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അങ്ങേ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുന്ന നൊവേനയുടെ പ്രത്യേകമായി മാധ്യസ്ഥ പ്രാർത്ഥന 3-ാമത്തെ പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുവാണ്. 3-ാമത്തെ നമ്മളുടെ ആവശ്യത്തെ, നിയോഗത്തെ മനസ്സിൽ ഓർക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ 3-ാമത്തെ പ്രാർത്ഥന ആവശ്യത്തെ സമർപ്പിക്കുക. 3-ാമത്തെ നിയോഗത്തെ ഓർക്കുക. വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥം നിനക്ക്, നമ്മുടെ കുടുംബത്തിനെല്ലാം ഉണ്ടാകട്ടെ. ഈ ആലയത്തിൻ്റെ മേലുണ്ടാകട്ടെ. ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗത്തിൻ്റെ മേലുണ്ടാകട്ടെ. വിശുദ്ധ യൂദാശ്ലീഹയുടെ അത്ഭുത മാധ്യസ്ഥ ശക്തി ഇവിടെ വരുന്ന ഓരോരുത്തർക്കും അനുഭവിക്കാൻ ഇടവരട്ടെ. ഓരോരുത്തർക്കും അനുഭവിക്കാൻ ഇടവരട്ടെ. ഓരോരുത്തരുടെ മേലും ആ അത്ഭുതം ഉണ്ടാകട്ടെ. നിയോഗ പ്രാർത്ഥനയുടെ അത്ഭുത ശക്തി ഇവിടെ നിലനിൽക്കട്ടെ. ആ പ്രാർത്ഥനയുടെ അത്ഭുത ശക്തി ഇവിടെ നിലനിൽക്കട്ടെ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് ഏറ്റെടുക്കുന്നതിന് നന്ദി. ആവശ്യം പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്ന് ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെന്നും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. ആമേൻ. നിയോഗ പ്രാർത്ഥന ചെല്ലുന്നു. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. 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 ഒരു നിമിഷം എല്ലാവരും ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശുശ്രൂഷയെ നയിക്കുന്നതിന് ഇതിൽ വച്ചിരിക്കുന്ന ഓരോ നിയോഗത്തിന്റെ മേലും അങ്ങയുടെ കാരുണ്യം ഉണ്ടാകണമേ. അങ്ങയുടെ അത്ഭുത ശക്തിയെ വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വ്യാഴാഴ്ച ദിവസങ്ങളിലെ ഓൺലൈനായി നടക്കുന്ന ഈ ഒരു നൊവേനയും പ്രാർത്ഥനയും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ വന്ന സങ്കീർത്തനമാണ് സങ്കീർത്തനം 23:1. കർത്താവായ ദൈവമാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും ഒരു കുറവ് വരികയില്ല, എനിക്കൊന്നിനും ഒരു ദോഷവും വരത്തില്ല. ഈ വചനമാണ് നമ്മുടെ ശുശ്രൂഷയുടെ ആരംഭമായി ദൈവം ഒരുക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തമായ കാരുണ്യം അനുഭവിച്ചറിയാൻ കഴിയട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ അനുഭവിച്ചറിയാൻ കഴിയട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ ഈ ഒരു ശുശ്രൂഷയുടെ ആദ്യ ദിവസമാണിന്ന്. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ ചിലപ്പോൾ 7:15 വരെ 15 മിനിറ്റേ കാണത്തുള്ളൂ. അരമണിക്കൂർ ഉണ്ടാകത്തില്ല. ആ 15 മിനിറ്റ് സമയം ശരിക്കും അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നൊരു 15 മിനിറ്റ് പ്രാർത്ഥനയാകട്ടെ. ഇത് അനേകർക്ക് അനുഭവമാകട്ടെ. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഞങ്ങളെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവിൻ സ്നേഹദൂത ഹല്ലേലൂയ. പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. പൂജ്യനാം പുണ്യതാ
ഒറ്റിക്കൊടുത്തവന്റെ പേരിനായി പലരും മറന്നു നിന്നെയെങ്കിലും ഒറ്റിക്കൊടുത്തവന്റെ പേരിനായി പലരും മറന്നു നിന്നെയെങ്കിലും മഹിമ പ്രതാപമോടെ വാണിലും ഭൂവിലും ദീപ്തിയാർന്ന ദീപമേ.